എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ അറിവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പല ആളുകൾക്കും ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അറിയില്ല. പല സമയങ്ങളിലും നമ്മൾക്ക് വരുന്ന ഒരു മെസ്സേജിൻ്റെയോ ഒരു മെയിലിൻ്റെയോ അർത്ഥം അറിയാതെ കുഴയുന്ന സമയങ്ങളുണ്ട്. അത് എങ്ങനെ നമ്മൾക്ക് മലയാളത്തിൽ വായിച്ചെടുക്കാം എന്ന ഒരു ചെറിയ അറിവാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം ഗൂഗിളിൽ നിന്നും ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ന്യൂസ് പേപ്പർ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലുള്ള ഒരു ന്യൂസ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു ന്യൂസിൻ്റെ നമുക്ക് ആവശ്യമുള്ള ഭാഗം വെച്ച് ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇതുപോലെ ഇതിനെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കാൻ വേണ്ടി അതിനെ താഴോട്ട് കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുക. അതിൽ കോപ്പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിനു ശേഷം ടാപ്പ് ടു എൻ്റർ ടെക്സ്റ്റ് എന്ന ആ ഒരു ഓപ്ഷനിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ പേസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ വരുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്ത് കോപ്പിയാക്കിയ ആ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം അർത്ഥം അവിടെ കാണാവുന്നതാണ്. അതും കൂടി നമുക്ക് കുറച്ച് വാക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഇതുപോലെ നമുക്ക് ഏതൊരു ഇംഗ്ലീഷ് വാക്കിൻ്റെയും മലയാളത്തിലുള്ള അർത്ഥം വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി എങ്ങനെ യൂട്യൂബിലോട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റായി വരുന്നത് കാണാം. അതിനുശേഷം ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് വാക്ക് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ പേസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ വരുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് വാക്ക് ഇവിടെ കോപ്പി ആവുന്നതാണ്. അതിനുശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു വാക്കിൻ്റെ റിസൾട്ട് വരുന്നതായി കാണാം. ഇതുപോലെ നമ്മൾക്ക് ഏതൊരു മലയാളവും നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാനും സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പണായി വരുന്നത് കാണാം. അതിനുശേഷം ഇവിടെ ഞാൻ ഒരു പത്രത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്ക് ക്യാമറ കൊണ്ട് അതിനെ ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് വാക്ക് ക്യാമറയിൽ കൂടി മലയാളം ട്രാൻസ്ലേറ്റായി വരുന്നത് കാണാം. അടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്കാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ടുവന്നതിന് ശേഷം താഴെ റൗണ്ട് ആകൃതിയിൽ കാണുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്കാനായി ആ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം സെലക്ട് ആവുന്നത് കാണാം. അതിനുശേഷം ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള വാക്കുകൾ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്ത ഭാഗങ്ങൾ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നതായി കാണാം.
ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇമ്പോർട്ട് എന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ നമ്മുടെ മൊബൈലിനകത്ത് ഉള്ള ഏതൊരു ഭാഷയുടെയും ഇമേജിനെ സ്കാൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സാധിക്കും. സ്കാനായി ആ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം സെലക്ട് ആവുന്നത് കാണാം. അതിനുശേഷം ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള വാക്കുകൾ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്ത ഭാഗങ്ങൾ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നതായി കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി.